രാത്രിയിലെ ഭക്ഷണം കഴിക്കണം. ജയ്പൂരിലെ ജാലുപുര എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ് നമ്മളുള്ളത്. ജയ്പൂരിൻ്റെ ഭക്ഷണ വിഭവത്തെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചുമൊക്കെയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനത്തിലാണ് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് കടന്നു വരുന്നത്. ഇരുഭാഗത്തും നിരന്നു നിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് ഈ വഴിയിലൂടെ കാണാൻ സാധിക്കും. ജയ്പൂരിലെ കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല, കുറച്ചുകൂടി പ്ലാനിംഗ് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മെയിൻ റോഡുകളിൽ നിന്നും ഇടവഴികളായി പിരിയുന്ന ചെറിയ ചെറിയ റോഡുകൾ, അതിന് ഇരുഭാഗത്തുമായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, അതിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഫ്ലാറ്റുകളുമൊക്കെ ആയിട്ട് ഈ റോഡ് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ഇരുഭാഗത്തും നമ്മൾ കാണുന്നത് ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന ഒരുപാട് കൊച്ചു കൊച്ചു കടകളാണ്. അതിന് ചുറ്റും ഈയാമ്പറ്റകളെപ്പോലെ കുറേ മനുഷ്യർ അതിന് ചുറ്റുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കടകൾക്ക് ചുറ്റും ഒരുപാട് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് ഇന്ത്യൻ യാത്രകളിലെ ഭക്ഷണം കുറച്ച് കുഴപ്പം പിടിച്ച ഒരു ഏർപ്പാടാണ്. എവിടെ നിന്ന് കഴിക്കുമെന്നല്ല, എന്തെല്ലാം കഴിക്കുമെന്നല്ല, നമ്മുടെ വയറിന് അത് എത്രത്തോളം സാഹസികമായ ഒരു അനുഭൂതി സൃഷ്ടിക്കും എന്നതിനെക്കുറിച്ചാണ്. എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്യാറില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ വയറിന് അത് അനുയോജ്യമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പല സമയത്തും അത് ഒരു പണിയായി തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ ഷവർമ പോലെ ഒരു റോള് നമുക്ക് മുന്നിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ചിക്കൻ പിസ്സ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് വിൽക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ മുഹബത്ത് കാ സർബത്ത് എന്നൊക്കെ പറയുന്ന, നമ്മുടെ ഡൽഹിയിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഉപയോഗിക്കുന്നത് പാലും അതിന് കൂടെ ഐസും വെള്ളവും കുറച്ച് തണ്ണിമത്തനും ഒക്കെ ചേർത്ത് അതിന് കൂടെ ഉപയോഗിക്കുന്നത് എസൻസുകളാണ്. റോസ് വാട്ടർ, അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അവർ അത് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. അതുകൊണ്ട് ഒന്ന് കൃത്യമായി അത് കണ്ടു കളയാം എന്ന് തീരുമാനിച്ചു. അവരുണ്ടാക്കുന്ന വിധം അവരതിൽ കുറച്ച് പ്രൊഫഷണലാണെന്ന് തോന്നിക്കാം. പെട്ടെന്ന് തന്നെ എസൻസ് കൊണ്ട് അതിൻ്റെ കളർ മാറുന്നതായിട്ട് കാണാം. റോസ് വാട്ടറിൻ്റെ രുചി അത്ര ഇഷ്ടമല്ലാത്തത് കാരണം അത് കഴിക്കേണ്ടാമെന്ന് തീരുമാനിച്ചു. സുഹൃത്തിന് കഴിക്കണമെന്നുണ്ടായിരുന്നു. അവനെ നിർബന്ധിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഒരുപാട് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പാർസലായിട്ടും അവിടെ നിന്ന് കുടിക്കുന്നതായിട്ടും നമുക്ക് കാണാം. 20 രൂപയെ വിലയുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന സർബത്ത് പോലെയുള്ള ഒരു വിഭവമാണ് ഇവിടുത്തത്. ഡൽഹിയിലും മുംബൈയിലും ജയ്പൂരിലെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. 1-2 തവണ ഈ പാനീയം രുചിച്ച് നോക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവുകളിൽ നിന്നും അതുപോലെ മുംബൈയിലെ തെരുവുകളിൽ നിന്നെല്ലാം ഇത് രുചിച്ചതാണ്. അപ്പോഴും രണ്ടിടത്തെയും ടേസ്റ്റ് ഇഷ്ടമായില്ല എന്ന് തന്നെ അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഭക്ഷണ വിഭവം വിൽക്കുന്ന കടകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീഡിയോ എടുക്കുന്നത് ചില കടക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ മറ്റു ചിലയിടത്ത് നമുക്ക് ഒരുപാട് ആളുകളുടെ സ്നേഹം ലഭിക്കുകയും ചെയ്യും. ഇവിടെ രണ്ടാമത്തെ തരമാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവരുടെ മുഖം ഒന്നും മാറിയതേയില്ല. ഇടയ്ക്ക് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. അതവർ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അവർക്കതിൽ യാതൊരു പരിഭവവും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൽപ്പെടുന്ന ചില ആളുകൾ നമ്മളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെവിടെ നിന്നാണ് എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. കേരളത്തിൽ നിന്നാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് കേരളത്തെക്കുറിച്ചറിയണം. നമുക്ക് അവരെക്കുറിച്ചറിയാനാണ് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മാത്രമേ അവരെക്കുറിച്ച് പറയൂ എന്ന് അവർ ശാഠ്യം പിടിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ ജനിച്ചു വളർന്ന ഒരുപാട് മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇവിടുത്തെ റമദാൻ മാസത്തിലായതുകൊണ്ട് എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയാവുമ്പോൾ ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് അവർ പറഞ്ഞു. അവസാനം
അത് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനായി കാത്തുനിന്ന ഒരുപാട് ആളുകൾക്ക് സെർവ് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും അതീവ രുചിയോടെ തന്നെ അത് മുത്തിക്കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും കൃത്യമായി ഉത്തരം പറയുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു പാനീയമാണ് എന്നാണ്. അവരോട് യാത്ര പറഞ്ഞ് തൊട്ടടുത്ത കടയിലേക്ക്. ഇവിടെ ചിക്കൻ വിഭവങ്ങളാണ്. വിവിധ ഇനത്തിലുള്ള ചിക്കൻ, വിവിധ ടേസ്റ്റുകളിലായി കബാബുകളും ചിക്കൻ ഫ്രൈകളും റൊട്ടികളുമൊക്കെയാണ് ഈ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. കബാബിൻ്റെ സ്റ്റൈലുകൾ വിവിധ ടേസ്റ്റുകളിൽ തന്നെ നമുക്കവിടെ ലഭ്യമാവും. തൊട്ടടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള ബിരിയാണി വിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വിൽക്കുന്നത് അളവിനനുസരിച്ചാണ്. എല്ലാ ബിരിയാണി കടകൾക്ക് മുന്നിലും ഒരു ത്രാസ് നിർബന്ധമായി ഉണ്ടായിരിക്കും. അവിടുത്തെ ബിരിയാണിയുടെ റൈസും ഫ്ലേവറും എല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ കാണുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാനായി മസാല പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അവിടെ നിന്നും തൊട്ടടുത്ത കടയിലേക്ക് പോയി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഇനി ജയ്പൂരിൻ്റെ പാരഗൺ ഇതാണോ എന്നറിയില്ല. എന്നിരുന്നാലും ഇവിടുത്തെ ആളുകൾക്ക് ഈ കട ഒരുപാട് ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. ഒരുപാട് ബിരിയാണി വിൽക്കപ്പെടുന്ന ഒരു കടയാണ് എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. എല്ലാ മനുഷ്യരും കടയിലൊക്കെയായിരുന്നു. ആ ഭക്ഷണം പകർന്നുകൊണ്ടേയിരിക്കുന്നു.